ഹലോ! അങ്ങനെ നമ്മുടെ സാന്ത്വനത്തിൽ ഒരു സന്തോഷ വാർത്തയോ കൂട്ടുകാരെ? അതെ, നമ്മൾ അങ്ങനെ തന്നെ വിചാരിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾക്കൊക്കെ ഭയങ്കര സന്തോഷായിരിക്കും. കഥ ഇങ്ങനെ ആയാലേ, എങ്ങനെ ആയാൽ നമ്മുടെ മീനാക്ഷിക്ക് വിശേഷാകുന്നൊരു നിമിഷം നിങ്ങൾ ആലോചിച്ചൊന്ന് നോക്കിയേ. അല്ലേ? എന്തായാലും ഇന്നത്തെ ആ ഒരു എപ്പിസോഡില് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ദേവമംഗലത്ത്. നമ്മുടെ ആകാശ് കള്ളം പറഞ്ഞതിന് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചോ എന്ന് നമ്മുടെ ബാലൻ ചോദിച്ചപ്പോൾ ഇല്ലാന്ന് തറപ്പിച്ച് പറഞ്ഞു. പിന്നീട് നമ്മുടെ ബാലൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആകാശ് അത് സമ്മതിക്കുകയും ചെയ്തു അല്ലേ? അങ്ങനെ നമ്മുടെ ബാലനാണെങ്കിൽ കള്ളത്തരം പറയുന്നത് കണ്ണെടുത്താ കണ്ടിടാത്തൊരു കാര്യമാണ്. അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ സംഭവബഹുലമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ നമ്മുടെ ദേവമംഗലത്ത് നടക്കുമ്പോൾ ഇതൊക്കെ കണ്ട് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ആരാ? നമ്മുടെ ദേവി. അല്ലേ? ദേവി ഇതൊക്കെ കണ്ടിട്ട് ആകപ്പാടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ട്ടോ. അപ്പോഴാണെങ്കിലും നമ്മുടെ ദേവിക്ക് മനസ്സിലായി ബാലച്ചന് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് കള്ളം പറയുമ്പോഴാണെന്ന്. അങ്ങനെ അപ്പോൾ നമ്മുടെ ആകാശിന്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ മീനാക്ഷി നമ്മുടെ ബാലനോട് ചൂടാകുന്നൊക്കെ ഉണ്ട്. "ആകാശ് അതിന് അത്ര വലിയ തെറ്റാണോ ചെയ്തത്?" എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് റൈസ് ചെയ്ത് കയറാൻ പോകുമ്പോൾ ആ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ ട്ടോ. ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ ആകാശ് നമ്മുടെ മീനാക്ഷിയെ വലിച്ചുകൊണ്ട് മുറിയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആകാശ് ഇങ്ങനെ മീനാക്ഷി ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. "മീനാക്ഷി നിനക്കൊരു നേരത്തെ ഫുഡ് മേടിച്ച് തന്നതിനല്ല, അച്ഛനോട് കള്ളം പറഞ്ഞതിനാണ് അച്ഛന് അത്രയും ദേഷ്യം പിടിച്ചത്. നീ അത് മനസ്സിലാക്കുക" എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീനാക്ഷിയെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ശേഷം നമ്മുടെ ആകാശ് "നമുക്ക് നമ്മുടെ ജീവിതം തുടങ്ങണ്ടേ? നമുക്കും വേണ്ടേ ഒരു കുഞ്ഞ്" എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീനാക്ഷിയെ കെട്ടിപ്പിടിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ അടുത്ത് തന്നെ ആ ഒരു സന്തോഷ വാർത്ത നമ്മൾക്ക് സാന്ത്വനം പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കും അല്ലെ? അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.